തിരുവനന്തപുരത്ത് നിന്ന് തന്നെയാണ് MDMA-യുമായിട്ട് അവിടെ ഒരു യുവാവ് പിടിയിലായിട്ടുണ്ട്. വള്ളക്കടവ് സ്വദേശി മുഹമ്മദ് സുഹൈലാണ് പിടിയിലായത്. 25 ഗ്രാം MDMA ആണ് ഇയാളുടെ പക്കൽ നിന്ന് കണ്ടെത്തിയിട്ടുള്ളത്. അപ്പോൾ അരുൺ സോളമനാണ് തുടരുന്നത്. അരുൺ, അപ്പോൾ എങ്ങനെയാണ് ഇയാളിലേക്ക് എത്തിയത്? രഹസ്യ വിവരത്തിലായിരുന്നോ പോലീസിന്റെ നീക്കം? സമാനമായിട്ടുള്ള ഒരു കേസാണ്. ഇതിൽ ഇനി ഏതെങ്കിലും തരത്തിലുള്ള ബന്ധങ്ങളുണ്ടോ എന്നുള്ളത് പരിശോധിക്കേണ്ടതുണ്ട്. കാരണം നേരത്തെ നമ്മൾ സൂചിപ്പിച്ച കേസിൽ കിരൺ ഈഞ്ചക്കൽ സ്വദേശിയാണ്, ഇവിടെ വള്ളക്കടവ് സ്വദേശിയാണ്. രണ്ടും 1 കിലോമീറ്റർ വ്യത്യാസമേ ഉള്ളൂ. വള്ളക്കടവ് സ്വദേശിയായിട്ടുള്ള മുഹമ്മദ് സുഹൈൽ എന്ന് പറയുന്ന യുവാവിനെയാണ് ഇന്ന് ഇപ്പോൾ ഈ എക്സൈസ് സംഘം പിടികൂടിയിരിക്കുന്നത്. ഇതിൽ സിറ്റി പോലീസ് കമ്മീഷണർക്ക് കിട്ടിയ രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് വള്ളക്കടവിൽ ഇന്നിപ്പോൾ ഈ എക്സൈസ് സംഘം അവിടെ എത്തി പരിശോധന നടത്തിയത്. സിറ്റി ഡാൻസ് അപ്പ് സംഘം അടക്കമുള്ളവർ പരിശോധന നടത്തിയതിൽ നിന്നാണ് ഈ യുവാവിന്റെ കൈവശം നിന്നും 25 ഗ്രാം MDMA ആണ് പിടികൂടിയിരിക്കുന്നത്. അതും ഈ 10 ഗ്രാമിന് കൂടുതൽ തന്നെ ക്വാണ്ടിറ്റി ഉണ്ടെങ്കിൽ തന്നെ അതിൽ ലക്ഷങ്ങൾ വിൽപ്പന വരുന്ന ലഹരിയാണ് MDMA പ്രത്യേകിച്ചും. അതുകൊണ്ട് തന്നെ 25 ഗ്രാം എന്ന് പറയുമ്പോൾ അത് സ്വന്തമായിട്ട് ഉപയോഗിക്കാനായിരിക്കില്ല, മറ്റ് സ്കൂളുകൾ കേന്ദ്രീകരിച്ച് വിൽപ്പന നടത്താനായിരിക്കാം എന്നുള്ളൊരു നിഗമനത്തിലാണ് എന്തായാലും സിറ്റി ഡാൻസ് അപ്പ് ടീം എന്നുള്ളതാണ് നിലവിൽ അറിയാൻ സാധിച്ചത്. 4 അംഗ സംഘമാണ് അവിടെ എത്തി യുവാവിനെ ഇപ്പോൾ പിടികൂടിയിരിക്കുന്നത്. ഇയാളെയും കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്ത് വരികയാണ്. ഇതിൽ സമാനമായിട്ടുള്ള ഏതെങ്കിലും തരത്തിൽ ഇവർക്ക് ബന്ധമുണ്ടോ എന്നുള്ളതും പരിശോധിച്ചു വരുന്നുണ്ട്. രണ്ടുപേരെയും ഈ 2 സംഘത്തെയും പിടിച്ചത് ഒരേ ദിവസമാണ്. മണിക്കൂറുകളുടെ വ്യത്യാസം തന്നെയാണ് പിടികൂടിയിരിക്കുന്നത്. മുഹമ്മദ് സുഹൈൽ വള്ളക്കടവ് സ്വദേശിയാണ്. അതുപോലെ തന്നെ നേരത്തെ 125 ഗ്രാം MDMA പിടിച്ചത് ഈഞ്ചക്കൽ സ്വദേശിയാണ്. രണ്ടുപേരും തലസ്ഥാന നഗരത്തുള്ളവരാണെന്നുള്ളതാണ് ഏറെ ശ്രദ്ധേയം. ശരി, 2 വാർത്തയുടെയും വിവരങ്ങൾ നൽകിയത് അരുൺ സോളമനാണ്.